മുംബൈയിൽ കുട്ടികളെ വിൽപ്പന നടത്തുന്ന സംഘം പിടിയിൽ. ഒരു ഹോമിയോ ഡോക്ടർ അടക്കം 7 പേർ പിടിയിൽ. 2 വർഷത്തിനിടെ സംഘം വിൽപ്പന നടത്തിയത് 14 കുട്ടികളെയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്? എന്തൊക്കെയാണ് നടപടികൾ? വേണു, ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിക്രോളിയിൽ ഒരു 5 വയസ്സുള്ള കുട്ടിയെ വിൽപ്പന നടത്തിയതായുള്ള വിവരം മുംബൈ പോലീസിന് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അതിൽ 2 പേര് പിടിയിലായി. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതൊരു വലിയ മാഫിയയുടെ ഭാഗമാണ് ഈ 2 പേർ എന്ന് വ്യക്തമായത്. സംസ്ഥാനത്തിന് പുറത്ത്, അതായത് മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മാഫിയയാണ് ഇപ്പോൾ പിടികൂടിയത്. 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിലും തെലങ്കാനയിലും മറ്റുമുള്ള ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഈ മാഫിയ സംഘം എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുന്നവരെ മോഹിപ്പിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി കുട്ടികളെ ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വിൽപ്പന നടത്തുന്നതാണ് രീതി. 5 ദിവസം മുതൽ 9 മാസം വരെയുള്ള കുട്ടികളെ ഇവർ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൽ 3 പെൺകുട്ടികൾ, ശേഷിക്കുന്നത് അത്രയും ആൺകുട്ടികൾ എന്നതാണ് വിവരം. ഇതിൽ 2 കുട്ടികളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേരെ കണ്ടെത്താനുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തുകയാണ്. ഒരു ഡോക്ടർ അടക്കമുള്ളവരാണ് ഈ പ്രതികൾ എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.